നമസ്കാരം. ഭരിക്കുന്നവർ ട്രംപിനെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണെങ്കിലും സത്യം അതാണ്. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. നമുക്ക് നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന ക്യൂസ് പ്രോഗ്രാമിൽ നിന്ന് തുടങ്ങാം. സാധാരണഗതിയിൽ ക്യൂസ് പ്രോഗ്രാം അവസാനമാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ കഥ പറയുവാൻ ആ ക്യൂസ് തുടക്കത്തിൽ തന്നെ വേണ്ടി വരുന്നു. പലരും ഒരു ബോർഡ് കാണിച്ചിരുന്നല്ലോ, തിരുവനന്തപുരം എന്നൊക്കെയുള്ള തോന്നിപ്പിക്കുന്ന ഒരു ബോർഡാണ് കാണിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കണം, സെയിലിംഗ് കമന്ററിക്ക് പ്രേക്ഷകരെ കുറിച്ച് വലിയ അഭിപ്രായവും അഭിമാനവുമാണ്. കാരണം പണ്ട് മുതലേ 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം ഒരു പക്ഷേ 40 വർഷമായി കാണും, 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെ ശ്രവിക്കുന്നവർ നമ്മളെക്കാൾ വലിയ ആളുകളാണ്, നമ്മളെക്കാൾ അറിവുള്ളവരാണ്, നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ് എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് ഇങ്ങനെ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, എല്ലാവരോടും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വിഷയങ്ങൾ പഠിച്ചിട്ട് മാത്രമേ അവതരിപ്പിക്കാവൂ. കാരണം അത്തരം ആളുകളാണ് നമ്മുടെ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബോർഡിലെ സ്പെല്ലിംഗ് കണ്ടുപിടിക്കാൻ, സ്പെല്ലിംഗ് തിരുത്താൻ, ശരിയായ ഉച്ചാരണം എന്താണെന്ന് കണ്ടുപിടിക്കുവാനുള്ള ഒരു ക്യൂസ് പ്രോഗ്രാം സെയിലിംഗ് കമന്ററി ഒരിക്കലും നടത്തില്ല എന്നാണ് സെയിലിംഗ് കമന്ററി വിശ്വസിച്ചിരുന്നത്. പ്രേക്ഷകരും ആ ലെവലിൽ ഉയരുമെന്നാണ് കരുതിയത്. പക്ഷേ ബഹുഭൂരിപക്ഷം പേരും ആ ബോർഡിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. തിരുവനന്തപുരം എന്ന് എഴുതുന്നതിന് പകരം 2 N ഇട്ടു എന്നൊക്കെയുള്ള തരത്തിൽ നിരവധി പേർ മറുപടി നൽകി. അതിൽ 3 പേർ ആർക്കും പൂർണ്ണമായ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. 3 പേർക്ക് ഒരു ഭാഗിക ഉത്തരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ, ആർക്കെങ്കിലും സമ്മാനം കൊടുക്കണമല്ലോ, സമ്മാനം കൊടുക്കാതിരിക്കാനല്ലല്ലോ ക്യൂസ് നടത്തുന്നത്. 3 പേർ ഏകദേശം ഒരു പകുതിയൊന്നും പറയാൻ പറ്റില്ല, ഒരു 1/4 ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു. പൂർണ്ണമായ ഉത്തരം എന്താണ്? ഞാനൊരു യാത്ര പോയി, തമിഴ്നാട്ടിലോട്ടൊരു യാത്ര പോയി. യാത്രാമധ്യേ ഞാൻ കണ്ട ഒരു ബോർഡാണത്. ആ ബോർഡ് പകുതി മായ്ച്ചുകൊണ്ടാണ് കാണിച്ചത്. അപ്പൊ തന്നെ തോന്നണ്ടേ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നണ്ടേ? അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാൻ, അങ്ങനെയൊക്കെ നമ്മുടെ ബ്രെയിനെ ഒന്ന് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഈ പേര് കൺഫ്യൂഷനിലായി നിൽക്കുന്ന ഒരു സമയത്ത് അവതരിപ്പിച്ചത്. എന്തായാലും നമുക്ക് ആ വിഷ്വൽ ഒന്ന് കണ്ടിട്ട് ഈ കഥ തുടരാം. എല്ലാവരും നല്ലോണം വായിച്ചല്ലോ, സ്ഥലം കണ്ടല്ലോ. ഇപ്പൊ ഏകദേശം കാര്യം പിടികിട്ടി കാണും. എൻ്റെ തമിഴ്നാട്ടിലൂടെയുള്ള യാത്രക്കിടയിൽ തിരുനെൽവേലി ജില്ല, അതിന്റെ ബോർഡറോ മറ്റുമാണ്. പെട്ടെന്ന് വേഗതയിൽ പോവുകയായിരുന്ന കാറ് ഞാനൊന്ന് നിർത്താൻ ആവശ്യപ്പെട്ടു എൻ്റെ മകനോട്. നിർത്തി. ആ ബോർഡ് എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കി. എന്താണ് തിരുവനന്തപുരം എന്നോ മറ്റോ എഴുതിയിരിക്കണം. അപ്പൊ ഞാൻ എൻ്റെ ആ യാത്രയിലുടനീളം കാട്ടാക്കട, അംബാസമുദ്രം, തിരുനെൽവേലി എന്ന് പറയുന്ന ഒരു റോഡിനെ കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ബോർഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇതാണല്ലോ നമ്മുടെ അംബാസമുദ്രത്തിലോട്ട് പോകുന്ന തിരുവനന്തപുരം എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തുകൊണ്ട് ഒരു ബോർഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇത് ഇങ്ങനെ ഒരു റോഡുണ്ടല്ലോ ഇവിടെ, ചെറിയ റോഡായിരിക്കുക എന്ന് പറഞ്ഞ് വാഹനം നിർത്തി തിരിച്ചു വന്ന് ഞാൻ ആ ഫോട്ടോ എടുത്തു.
വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പോലീസ് ജീപ്പ് കണ്ടല്ലോ. പോലീസ് ജീപ്പിനടുത്തോട്ട് പോയി. അപ്പോൾ അവർക്ക് അറിയണം എന്തിനാണ് വീഡിയോ എടുത്തത്. അവരെ കൊടുക്കാൻ നല്ല പരിപാടിയാണോ, നമ്മളെ കണ്ടാൽ അങ്ങനെ ഒരു കൊടുക്കുന്ന ലക്ഷണമോ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു കൊടുക്കാനൊന്നുമല്ല, ആ ബോർഡ് കണ്ടപ്പോൾ തിരുവനന്തപുരം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്തത്. അപ്പോൾ അവർ മൊബൈൽ പരിശോധിച്ചു. അങ്ങനെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. മൊബൈൽ പരിശോധിച്ചപ്പോൾ ആ ബോർഡിന്റെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, തിരുവനന്തപുരം അല്ല, തിരുവണ്ണനാഥപുരം, അങ്ങനെ ഒരു ഗ്രാമം അവിടെയുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ പണ്ട് രാജാവിട്ട ഒരു വഴിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം, കാട്ടാക്കട, അംബാസമുദ്രം, തിരുനെൽവേലി, അങ്ങനെ ഒരു റോഡ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എടുത്തതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ വിശ്വാസം വന്നില്ല. എന്തായാലും അദ്ദേഹം ഉപദ്രവിക്കാതെ വിട്ടു. അതാണ് തിരുവണ്ണനാഥപുരം എന്ന് പറയുന്ന ബോർഡ് കണ്ടപ്പോൾ എന്തോ തിരുവനന്തപുരവുമായിട്ടൊരു സാമ്യം തോന്നിയത് കൊണ്ടാണ് എടുത്തത്. ഇത് നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് വളരെ ബന്ധമുള്ള കാര്യമായതുകൊണ്ടാണ് സെയിലിംഗ് കമന്ററിയിൽ ഇത് ക്യൂസ് മുഖേന അവതരിപ്പിച്ചത്. കാരണം നാളെ ഈ നാഗർകോവിലില് ഇങ്ങോട്ട് പോയി 100 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് വീണ്ടും തെക്കോട്ട് ഓടുന്നതിനേക്കാൾ നല്ലത് ഈ കാട്ടാക്കട അംബാസമുദ്രം റോഡ് യാഥാർത്ഥ്യമാക്കി എടുക്കുക എന്നുള്ള ഒരു ക്യാമ്പയിനും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്യൂസ് പ്രോഗ്രാം വെച്ചത്. അതിൽ 3 പേരാണ്. UK ഇരിക്കുന്ന ബിമൽ ഒരിക്കൽ നമുക്ക് സമ്മാനം സ്പോൺസർ ചെയ്തതാണ്. ബിമൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ട്. സാർ ഇത് കണ്ടിട്ട് തിരുവണ്ണനാഥപുരം അങ്ങനെ വേണമെങ്കിൽ വായിക്കാം. വേറൊരു പേര് പോലെ ഉണ്ട്. രണ്ടാമത് ഷീജ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, ഒരുപാട് സ്ത്രീകൾ സെയിലിംഗ് കമന്ററി കാണുന്നുണ്ട്. ഷീജ എഴുതി തന്നെ അയച്ചു, വടിവുള്ള അക്ഷരത്തിൽ എഴുതി തന്നെ അയച്ചു, തിരുവണ്ണനാഥപുരം. ബെനഡിക്റ്റ്, കൊച്ചുവേളിയിലെ ബെനഡിക്റ്റ് വേറൊരു കഥ നമ്മളോട് പറയും, അത് ഇനിയൊരു അവസരത്തിൽ പറയാം. ബെനഡിക്റ്റും തിരുവണ്ണനാഥപുരം എന്നാണ് അയച്ചത്. അപ്പൊ എന്തായാലും 3 പേർക്കും സമ്മാനം സ്പോൺസർ ചെയ്യുന്നവർ തീരുമാനിക്കട്ടെ സമ്മാനത്തിന്റെ ഏത് ഭാഗം കൊടുക്കണം, എത്ര കൊടുക്കണം. എന്തായാലും നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ ഒരു വിഷയം, ഒരു ക്വിസ് എന്ന് പറയുമ്പോൾ അത് വെറുതെ തമാശയായിട്ടല്ല. സെയിലിംഗ് കമന്ററി വളരെ സീരിയസ് ആണ്. വളരെ സീരിയസ് ആയിട്ട് മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്രയും ഗൗരവത്തോടെയുള്ള ഒരു സമീപനമായിരിക്കണം നമ്മൾ സ്വീകരിക്കുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ദീർഘനാളായിട്ട് എന്ന് പറയുന്നില്ല, നമ്മുടെയൊക്കെ പ്രതീക്ഷ ട്രിവാൻഡ്രം പോർട്ട് എന്നുള്ള പേര് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വന്നേ പറ്റൂ. തിരുവനന്തപുരവും തിരുവണ്ണനാഥപുരവും വിഴിഞ്ഞവും ഒന്നും ലോകത്തിന് വഴങ്ങുന്ന വാക്കുകളല്ല. അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം പോർട്ട് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നേടുന്നതുവരെ നമ്മളുടെ പ്രയത്നം തുടരും. ഇവിടെ എങ്ങനെയാണ് ഭരണാധികാരികൾ ട്രംപിനെ മാതൃകയാക്കണമെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഭരണാധികാരികൾ എങ്ങനെ ചിന്തിക്കുന്നു, ഒരു രാജ്യത്തിന്റെ ക്ഷേമം എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്, അതിന്റെ ഖ്യാതി, അതിന്റെ ഒരു ബ്രാൻഡിങ് എങ്ങനെയൊക്കെ നടത്തണം എന്ന് ഗൾഫ് ഓഫ് മെക്സിക്കോ ടു ബി റീനെയിംഡ് ആസ് ഗൾഫ് ഓഫ് അമേരിക്ക ഇൻ എക്സിക്യൂട്ടീവ് ഓർഡർ ബൈ ട്രംപ്. കയറിയ ഉടനെ തന്നെ അദ്ദേഹം ഓർഡർ ഇട്ടു. ആ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം അദ്ദേഹം അങ്ങ് പേര് മാറ്റി ഗൾഫ് ഓഫ് അമേരിക്ക, അടിയുടെ സിമ്പൽ. അങ്ങനെയാണ് ഒരു രാജ്യത്തെ സ്നേഹിക്കുന്നവർ, രാജ്യത്തെ സ്വന്തം അഭിമാനമായി കരുതുന്നവർ അങ്ങനെയൊക്കെ തീരുമാനിക്കും. ഓൺ ഹിസ് ഫസ്റ്റ് ഡേ ഇൻ ഓഫീസ് President Donald Trump signed an executive order to rename the Gulf of Mexico as the Gulf of America on all federal maps and documents. വിശദീകരിക്കണ്ട, അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു. കാരണം അദ്ദേഹം ഇലക്ഷന്റെ ക്യാമ്പയിന് വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ തവണ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പറയുന്ന ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ് ആ കടലിന് പേര് നൽകേണ്ടത്. ഗൾഫ് ഓഫ് മെക്സിക്കോ ഇസ് എ ക്രിട്ടിക്കൽ ഇക്കണോമിക് റിസോഴ്സ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. Gulf of Mexico is a critical economic resource for the United States, supplying about 40% of the nation's seafood and hosting half of its petroleum refining and natural gas processing capacity. ഏറ്റവും വലിയൊരു സമ്പത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് ഇന്നലെ വരെ അറിയപ്പെട്ടിരുന്നതെങ്കിൽ അത് അമേരിക്കയുടെ ആസ്ഥാനമായി മാറണം, അമേരിക്കയുടെ ആസ്തിയായി മാറണം. അതുകൊണ്ടാണ് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് അദ്ദേഹം പേര് നൽകിയത്. ദ ഗൾഫ് ഓഫ് അമേരിക്ക, വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം, ഇറ്റ്സ് അപ്രോപ്രിയേറ്റ്, ട്രംപ് സെഡ്. ദ ഗൾഫ് ഓഫ് അമേരിക്ക, വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ഇവിടെയുള്ള ട്രിവാൻഡ്രത്തിനെ കുറിച്ചും അങ്ങനെ ചിന്തിക്കുവാൻ ഭരണാധികാരികൾക്ക് വലിയ താമസമുണ്ടാകാതിരിക്കട്ടെ എന്ന് ചിന്തിക്കുകയാണ്. ദ ഗൾഫ് ഓഫ് അമേരിക്ക, വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം,
it's appropriate, Trump said during his announcement. എന്താണ് ചരിത്രം ഒന്നുകൂടെ അറിയുമ്പോഴാണ് ഇത്രയും പഴക്കമുള്ള ഒരു പേരാണ് അദ്ദേഹം എടുത്ത് മാറ്റി അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചത്. എന്തിനാണ് അധികാരങ്ങൾ ജനങ്ങൾ നൽകുന്നത് എന്ന് അധികാരങ്ങളിൽ ഇരിക്കുന്നവർ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. The Gulf of Mexico, one of the world's largest water bodies, has been known by this name since the 1600s. 1600കളിൽ മുതൽ അറിയപ്പെടുന്ന പേരാണ് ഒരു എക്സിക്യൂട്ടീവ്. അപ്പോൾ പേരുമാറ്റം അസാധ്യമല്ല, ഇരുമ്പൊലക്കയല്ല. വേണമെങ്കിൽ ഏത് എക്സിക്യൂട്ടീവ് അധികാരമുള്ളവർക്കും അത്തരം കാര്യങ്ങൾ ചെയ്യാം രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി. ഇറ്റ് സ്പാൻസ് ഓവർ 6,15,000 സ്ക്വയർ മൈൽസ് with more than half of its coastline bordering Mexico. ഇതിന്റെ പകുതി മെക്സിക്കോയാണ് ഷെയർ ചെയ്യുന്നത്, പകുതി ബോർഡർ. അതൊന്നും അമേരിക്കൻ പ്രസിഡന്റിന് കാര്യമില്ല. അമേരിക്കയുടെ പ്രൗഢ്യം, അമേരിക്കയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കണമെന്ന് അദ്ദേഹം ലോകത്തോടാണ് പറയുന്നത്. ഇത് കേൾക്കാൻ ചെവിയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ. ഇന്നലെ ഓവർപാസിനെ അണ്ടർപാസാക്കിയ കഥ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. മാധ്യമപ്രവർത്തനത്തിന്റെ ഒരു പ്രധാന ആങ്കറിംഗ് പോയിന്റാണ് സോഴ്സ് വെളിപ്പെടുത്തരുത്. തല പോയാലും സോഴ്സ് വെളിപ്പെടുത്തില്ല എന്നുള്ളത് NTV മുതൽ പുലർത്തുന്ന ഒരു നയമാണ്. അതുകൊണ്ട് തന്നെ സോഴ്സ് വെളിപ്പെടുത്തുന്നില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ റോഡ്, കോവളത്ത് നിന്ന് പൂവാറിലോട്ട് പോകുന്ന പോർട്ടിന് കുറുകെ പോകുന്ന റോഡിന്റെ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞു. ഓവർപാസ് ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞു. അടിയട സിമ്പൽ. എന്താണ് സർക്കാരിന്റെ മറുപടി? ഞങ്ങൾ NHAയ്ക്ക് വിട്ടു. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള കിഫ്ബി അതിന്റെ ഡയഗ്രാം വരെ തയ്യാറാക്കി കഴിഞ്ഞു. എങ്ങനെയാണ് ഓവർപാസ്, ഈ അടിയിൽ കൂടെ പോകുന്ന പോർട്ട് റോഡിന് മുകളിലൂടെ സംസ്ഥാന സർക്കാരിന്റെ പാത എങ്ങനെ പോകണമെന്നുള്ള ഡിസൈൻ കിഫ്ബി പൂർത്തിയായി കഴിഞ്ഞു. കിഫ്ബി എന്ന് പറയുന്ന ആരാണ്? ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ ധനമന്ത്രി, CEO ഡോക്ടർ KM എബ്രഹാം. KM എബ്രഹാമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇവർക്കാണ് നമ്മൾ കത്തയച്ചത്, മുഖ്യമന്ത്രിക്കാണ് കത്തയച്ചത്. അദ്ദേഹം ചെയർമാനായിരിക്കുന്ന സ്ഥാപനം ആ റോഡിന്റെ ഡിസൈൻ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടും അവിടെ നിന്ന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് നമുക്ക് നൽകുന്ന മറുപടി അടിപ്പാത നിർമ്മിക്കുന്നതിനെ കുറിച്ച് NHAയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഭരണം. വാലും തുമ്പും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തെവിടെ നടക്കുന്നു, ആരെന്ത് ചെയ്യുന്നു, ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ, നാഥനില്ല. തലസ്ഥാനത്തിന് മാത്രമല്ല കേരളത്തിനും നാഥനില്ല എന്ന് ബോധ്യമായി കൊണ്ടിരിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. ഇത് ആര് നൽകിയെന്നൊന്നും ആരും ചോദിക്കരുത്. കാരണം തല പോയാലും ഇത്തരം സോഴ്സുകൾ സെയിലിംഗ് കമന്ററി വെളിപ്പെടുത്തത്തില്ല. നമ്മുടെ നാടിന്റെ അവസ്ഥയാണ്. സെക്രട്ടേറിയറ്റിൽ പറയാറുണ്ടല്ലോ, ഒരു ദിവസം 100 കോടി രൂപയാണ് ഒരു ദിവസത്തെ ചെലവ്. അത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത്തരം മറുപടികൾ കിട്ടുന്നത്. പുതിയൊരു സീരീസ് ആരംഭിക്കണമെന്ന് വിചാരിക്കുന്നു. അത്രയും ഉഗ്രനാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ഒരു കമന്റുമില്ല, യാതൊരു കമന്റുമില്ലാതെ ഒരു കത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കത്തുണ്ടെങ്കിൽ, തലേ ദിവസത്തെ വായിക്കാൻ പറ്റുന്ന ഒരു കത്തുണ്ടെങ്കിൽ അങ്ങനെ ഒരു കത്ത് വായിക്കും. ഇവിടെ ഡെൻസിൻ DK ആണ് എഴുതുന്നത്. ഇവർക്കൊക്കെ വോട്ടിടുന്നതിന് പകരം ഓരോ വാഴ വെച്ചാൽ മതിയായിരുന്നു. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.